ആയന്താനന്ദം ആയന്തു മോദമേ ആയന്താ
धन्यवाद देते हैं प्यार करके ये सभी के दास में एक दास को छोड़ कर चले गया पिछले दिनों में उसका जिंदगी के अंदर ये भी तमाम आशीषों के लिए धन्यवाद देते हैं। हम इस संसार में थोड़ी सब्र का समय हालेलुया सभी समय तेरी अनुग्रह और तेरी सारी आशीष हमको देते हैं प्रार्थना के लिए धन्यवाद देते हैं। विशेष परिवार के लिए भी बच्चन के लिए भी तेरे दास के लिए भी धन्यवाद देते हैं। आने वाले दिनों में तेरी इच्छा में आगे चलने को तू मदद कर तेरी कृपा में तूने ले चल स्वर्गीय आशीष अनुग्रह में तूने ले चल शरीर में तंदुरुस्ती ताकत सब कुछ दे दिया करेगी बच्चों के जीवन में भी प्रभु मदद करो। आज इधर आए हुए सभी लोगों के लिए हम धन्यवाद देते हैं मित्रों के लिए हम धन्यवाद देते हैं पड़ोसियों के लिए धन्यवाद देते हैं हर विश्वासी भाइयों को धन्यवाद देते हैं। आगे भी का जो कुछ सहभागी होने वाला है प्रभु जी सारी सहभागी में यात्रा में सब में तेरी अनुग्रह और स्वर्गीय आशीष हर एक को प्रदान किया है। तेरे दास के लिए हम धन्यवाद देते हैं उनको भी सहभागी करने में तेरी अनुग्रह में तूने ले चल सारी बात तेरे हाथ में सौंप देता है सब कुछ यीशु मसीह के नाम में मांगते हैं सर्व लेखन का पिता है। ആശ്ചര്യമായി നമുക്ക് ദുഃഖമെങ്കിലും കുടുംബക്കാർക്ക് ദുഃഖമെങ്കിലും ദൈവം നമ്മുടെ പ്രവർത്തി തന്റെ പ്രിയപ്പെട്ടവരിൽ ചെയ്ത നാടുകളിൽ മുള്ളുകൾക്കിടയിൽ ജീവിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവന് പല രോഗങ്ങളും ബലഹീനങ്ങളും കഷ്ടങ്ങളുടെ മധ്യ ജീവിക്കേണ്ടി വന്നാലും ആ ദൈവത്തിൻ്റെ കാന്തയെക്കുറിച്ച് പറയുന്നത് അവർ മുള്ളുകളുടെ താമര പോലെ കാണപ്പെടുന്നുവെന്ന് ആ മുള്ളുകളുടെ മധ്യ വസിപ്പാൻ ദൈവത്തിന് കൊടുത്ത എല്ലാ കൃപകൾക്കായും മുള്ളുകൾ പോലെ വന്നപ്പോൾ തനിക്ക് ആശ്വാസമായി ബലമായ
ഞങ്ങൾക്ക് സഹായമാക്കി വെച്ചതിനായി സ്തോത്രം ചെയ്യാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു രോഗം, ഒരു സാത്താന്റെ ദൂതൻ മുള്ളുപോലെ കുത്തുവാൻ എൻ്റെ ശരീരത്തിൽ തന്നുവെന്ന്. അതിനെ വിട്ടുമാറുവാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചുവെങ്കിലും ദൈവം അത് സമ്മതിച്ചില്ല. മുള്ളുകൾക്കിടയിൽ അവൻ വസിക്കേണ്ടിയിരുന്നു. അതുപോലെ നാമും പ്രാർത്ഥിച്ചതാകുന്നു ഈ ബലഹീനത എൻ്റെ പ്രിയപ്പെട്ടവനെ വിട്ടു മാറണമെന്ന്. എന്നാൽ ദൈവം അത് അനുവദിച്ചില്ല. ഒരുവേള നാം വിചാരിക്കാമോ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞതാണ്. ഒരുവേള നാം വിചാരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന തള്ളിയോ എന്ന്. അതങ്ങനെയല്ല. 3 പ്രാവശ്യം അപ്പോസ്തലൻ അപേക്ഷിച്ചു, കർത്താവേ ഇത് മാറ്റിത്തരണമെന്ന്. എന്നാൽ അവൻ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ അതിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. അതിനാൽ തൻ്റെ ജീവിതത്തിൽ ഇതിനൊരു വിടുതലുണ്ടായില്ലെങ്കിലും നാം തോൽവിയല്ല, ദൈവകൃപ വായ്പാനൊരു വഴിയായിരുന്നു. എന്നാൽ തൻ്റെ മേലെ ആവശ്യിച്ച ദൈവകൃപയുടെ മേലെ എല്ലാവരും കണ്ണുകളെ വെച്ച് ഒരു ജയത്തിന്റെ സന്തോഷത്തെ നമുക്ക് പുറപ്പെടുവിക്കാം. നല്ലൊരു വിടുതല് കാണാതെ ഞാൻ കടന്നുപോയല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം തള്ളിയോ? അങ്ങനെയല്ല. ദൈവത്തിന്റെ കൃപ ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു. കർത്താവിന്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ. അതിനാല് ദൈവം തന്റെ മേൽ പകർന്നതായ വലിയ കൃപ, ഹല്ലേലൂയ, അതേ കണ്ട് നമുക്ക് സന്തോഷിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങി. കൃപയാൽ നാം ഇതുവരെ നിലനിൽക്കപ്പെട്ടു. ആ കൃപയാൽ മരണം ആസ്വദിക്കുവാനും തന്നെ പ്രിയപ്പെട്ട കർത്താവ് കൃപ കൊടുത്തു. എന്നാൽ കൃപയുടെ ഒരു പൂർണ്ണത ഇവിടെ കാണപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. ജീവിതത്തിലിരിക്കുന്ന നമുക്ക് നമ്മോടൊരു ക്വസ്റ്റ്യൻ, ഈ വിധത്തിൽ എന്നെ നിങ്ങളെ നടത്തിയാൽ ഞാൻ നിങ്ങൾ സന്തോഷമായി പോകുമോ? ഒരു വേള ദൈവം നാളത്തെ ദിവസം നമ്മെ ഈ പാതയിലൂടെ നടത്തിയാൽ, ഈ മുള്ളുകൾക്കിടയിലൂടെ നമ്മെ നടത്തിയാൽ, നമ്മിൽ എത്ര പേര് സന്തോഷത്തോടെ കടന്നു പോകാനുണ്ട്? മണവാട്ടി മുള്ളുകൾക്കിടയിൽ താമര പോലെ. ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള മുള്ളുകൾക്ക് മധ്യയുടെ കടന്നു പോകണം. പ്രിയ ദൈവത്തിലെ ഈ സമയത്തില് പ്രിയപ്പെട്ട പ്രണവൻ പ്രാപിച്ച കൃപയെ നമുക്ക് പ്രാപിക്കാം. കുടുംബജീവിതം, ശരീരം, ഭൗമിക ജീവിതം, ഔദ്യോഗിക ജീവിതം മുള്ളുകളെ പോലെ ആകുമ്പോൾ